മക്കൾക്ക് സ്നേഹ സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ചോദ്യം വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയണ്ടേ. നമുക്ക് ചില ചിത്രങ്ങളൊക്കെ തരൂലേ, ചിത്രം നോക്കിയിട്ട് അതിലുള്ളത് എന്താണ് എന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതണ്ടേ. ഇതാ ഈ പ്രവർത്തനം കൊതിയൻ പൂച്ചയെ പറ്റിയാണ്. നോക്കിയേ, ആരാണ്? കൊതിയൻ പൂച്ച അല്ലേ. എന്ത് കണ്ടാണ് ഈ കൊതിയൻ പൂച്ച കൊതിക്കുന്നത്? ഇത് നോക്കിയേ, ഈ പാത്രത്തിലെ ചൂട് പാലാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇത് നോക്കിയേ, പാത്രത്തിൽ എന്താണ്? ചൂട് പാലുണ്ട് അല്ലേ. ചൂട് എന്ന് കാണുന്നതാ ഇങ്ങനെ പുകയൊക്കെ പോകുന്ന കണ്ടോ. അപ്പൊ പാത്രത്തിൽ പാൽ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചൂടുള്ളതാന്ന് നമുക്കറിയാം. അപ്പൊ ഈ പാല് നോക്കിയിട്ടാണ് ഈ പൂച്ച കൊതിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതണം? ദാ ഇവിടെ പാത്രത്തിൽ പാൽ എന്നുള്ളത് പോലെ എന്താണ്? പൂച്ച കണ്ടുലേ. പാത്രത്തിലെ പാല് പൂച്ച കണ്ടു. അപ്പൊ നമ്മൾ ഇവിടെ എന്തെഴുതണം? പൂച്ച കണ്ടു. പൂച്ച കണ്ടു എന്ന് എഴുതണം അല്ലേ. എന്താ കണ്ടത്? പാത്രത്തിലെ പാലാണ്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താന്ന് നോക്കാം. ഇത് നോക്കിയേ, പാല് കണ്ടാല് പൂച്ച കുടിക്കാതെ പോകുക ഇല്ല അല്ലേ. പാല് പൂച്ച എന്ത് ചെയ്തു? പൂച്ച പാൽ കുടിച്ചു. ദാ പൂച്ച കണ്ടാൽ എന്താ വിചാരിക്കുക? പാലല്ലേ, പൂച്ചക്ക് ഇഷ്ടമാണ് അല്ലേ. പൂച്ച പാല് നല്ലോണം കുടിച്ചു. എന്നിട്ടോ പൂച്ച പാൽ കുടിച്ചു എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അയ്യോ, അടുത്ത ചിത്രത്തിൽ നോക്കിയേ, എന്താ കാണുന്നേ? അമ്മ ഒരു വടിയൊക്കെ എടുത്തിട്ട് ആർക്ക് നേരെ വരികയാണ്? പൂച്ചയുടെ നേരെ വരികയാണ് അല്ലേ. അപ്പോ അമ്മ എന്ത് ചെയ്തു? വടി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവും? അമ്മ തല്ലിയിട്ടുണ്ടാവില്ലേ. അത് നിങ്ങൾക്കുള്ള പാലല്ലായിരുന്നോ? അപ്പൊ പൂച്ച എടുത്ത് കുടിച്ചപ്പോ അമ്മ തല്ലിയിട്ടുണ്ടാവും. നമുക്കിവിടെ അമ്മ തല്ലി എന്നെഴുതാം. അമ്മ തല്ലി എന്ന് എഴുതിക്കൂടെ? പൂച്ച പാല് കുടിച്ചാ പിന്നെ അമ്മ തല്ലൂലേ. വടി എടുത്തിട്ട് തല്ലും. പൂച്ചേ എന്ന് പറയാൻ മാത്രമല്ല, വടി എടുത്തിട്ട് നല്ല തല്ലു കൊടുക്കും. നിങ്ങൾക്കുള്ള പാലാണ് പൂച്ച കുടിച്ചത് അല്ലേ. അപ്പൊ പൂച്ച എന്ത് ചെയ്തിട്ടുണ്ടാവോ? തല്ല് കിട്ടിയ പൂച്ച ഓടിയിട്ടുണ്ടാവൂലേ. പാവം. അപ്പൊ നമ്മൾ എന്തെഴുതണം? പൂച്ച എന്ത് ചെയ്തു? പൂച്ച എന്താ ചെയ്തത്? എല്ലാരും ഒന്ന് പറഞ്ഞേ. പൂച്ച ഓടി. അപ്പൊ നമ്മള് പൂച്ച ഓടി എന്ന് എഴുതണം കേട്ടോ. പൂച്ച എന്നെങ്ങനെ എഴുതുക? പാ എന്ന് എഴുതിയിട്ട് ചിഹ്നമാണ് വേണ്ടത്. പിന്നെ ച മാത്രം പോരാ, കൂട്ടക്ഷരം ഛ ആക്കണം അല്ലേ. ഇതാ പൂച്ച അല്ലേ. അപ്പൊ നമ്മുടെ കഥയിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാലോ, കഥയിലെ കഥാപാത്രങ്ങൾ അല്ലേ. ഒരു കുഞ്ഞു കഥയായിരുന്നു ഇത്. അപ്പൊ കഥയിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ പൂച്ചയുമുണ്ട്. പൂച്ചയെ തല്ലിയ അമ്മയുമില്ലേ. അപ്പൊ നമുക്കിവിടെ പൂച്ച എന്നെഴുതാം, പിന്നെ അമ്മ എന്നെഴുതാം. പൂച്ചയും അമ്മയുമാണ് നമ്മുടെ കഥയിലുള്ളത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പാത്രത്തിൽ പാൽ, പൂച്ച കണ്ടു. പൂച്ച പാൽ കുടിച്ചു. അമ്മ തല്ലി. പിന്നെയോ പൂച്ച ഓടി. കഥയിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ പൂച്ചയും അമ്മയുമാണ്. കഥയിൽ എന്തൊക്കെയുണ്ട് എന്നാ ചോദിക്കുന്നതെങ്കില് പൂച്ചയും അമ്മയും പാലുമുണ്ട്. പാല് ആരല്ലല്ലോ അല്ലേ. ആരൊക്കെ എന്ന് ചോദിച്ചാൽ അമ്മയും പൂച്ചയുമാണ്. എന്തൊക്കെ എന്ന് ചോദിച്ചാൽ പൂച്ച, അമ്മ, അതിൻ്റെ കൂടെ നമുക്ക് പാലും കൂടെ എഴുതാം. പക്ഷേ ആരൊക്കെ ഉണ്ട് എന്നല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ പൂച്ച എന്നോ അമ്മ എന്നും എഴുതി. അപ്പൊ നല്ലൊരു കുഞ്ഞു കഥ നമ്മൾ പഠിച്ചില്ലേ. ഇതിന്റെ ബാക്കി എന്തായിരിക്കുമെന്ന് മക്കളൊന്ന് ഊഹിച്ചു നോക്കൂട്ടോ. അപ്പൊ ഇപ്പൊ സ്നേഹത്തോടെ ശ്രുതി ടീച്ചർ എന്ത് ചെയ്യാണ്? പോവാണ്. മറ്റൊരു ചോദ്യമായിട്ട് വരാം. അത് മാത്രല്ല, നമ്മുടെ മാരത്തോണൊക്കെ ഉണ്ട്, പരീക്ഷാ
ചോദ്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് എല്ലാവരും വരും. അപ്പോൾ ഇപ്പോൾ ടീച്ചർ പോവാണ്. അതുവരേക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ. ലവ് യു.